ഹായ് ഡിയേഴ്സ്, ഇന്നത്തേതൊരു സ്പെഷ്യൽ ഡേ ആണേ. ഇന്ന് മാതൂട്ടന്റെ ചോറൂണാണ്. അങ്ങനെ കാത്തുകാത്തിരുന്ന 7 മാസത്തിനു ശേഷം ഞങ്ങൾ മാമുണ്ണാൻ പോകുന്നു. ഉറക്കം നശിപ്പിച്ചതിന്റെ സങ്കടങ്ങളും ഒക്കെ മാറ്റി എവിടേക്കോ യാത്ര പോവാണെന്ന് മനസ്സിലായപ്പോഴേക്കും ആള് ഹാപ്പിയായി കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ സെറ്റാക്കിയപ്പോഴേക്കും അവൻ വീണ്ടും ഫ്ലാറ്റായി. ആ സമയം കൊണ്ട് നമുക്കൊന്ന് സെറ്റായാലോ? അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ റെഡി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. 4 പേർക്ക് പോകാൻ ഈ വണ്ടിയോ എന്നാരും വിചാരിക്കണ്ട. മാധൂസിന്റെ അച്ഛാ ഫാമിലിയും അമ്മ ഫാമിലിയും ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്ന മാധൂസ് ഞങ്ങളെ എല്ലാവരെയും അമ്പരപ്പോടെ നോക്കുന്നു. ഉറങ്ങിയപ്പോ ഞാൻ ഇവിടെ ആയിരുന്നില്ലല്ലോ, ഇപ്പോ നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോകുക മട്ട്. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ക്ഷേത്രത്തിലെത്തി. ആദ്യമൊക്കെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിലും പിന്നീട് കൊട്ടും മേളവും സൗണ്ടും ഒക്കെ കേട്ടപ്പോഴേക്കും കുറച്ച് സീനായിരുന്നു. കുഞ്ഞൂസ് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതും ഇത്രയും ആളുകളെയൊക്കെ ഒരുമിച്ച് കാണുന്നതും. അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ചോറൂണൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ്. ആദ്യമായിട്ട് പലതരത്തിലുള്ള രുചികൾ നാവിലറിയുന്നതിന്റെ ത്രില്ലിലാണ് കുഞ്ഞൂസ്. ചോറൂണ് കഴിയാത്തത് കൊണ്ട് സോളിഡ്സ് ഒന്നും തന്നെ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. മാമൂണിന് ശേഷം ഞങ്ങൾക്കൊരു തുലാഭാരവും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടി കുഞ്ഞൂസ് ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. ഈ ഊഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നെങ്കിൽ എന്നാകും കുഞ്ഞൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് അല്ലേ? ചോറൂണ് എവിടെ വെച്ചാണെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ. മലയാലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ചാണ് ചോറൂണ് നടത്തിയത്. എന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇവിടെ വെച്ച് ചോറൂണ് നടത്തിയത്. വിവാഹത്തിന് ശേഷമാണ് എനിക്കിവിടെ വന്ന് തൊഴാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ തൊഴാൻ വന്നതും എൻ്റെ ഭയങ്കരമായ ഒരാഗ്രഹത്തിന്റെ പുറത്താണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മലയാലപ്പുഴ ക്ഷേത്രത്തിൽ ഭഗവതിയെ കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നും എന്ന്. പക്ഷെ ആ ഒരു ഭയം അങ്ങനെ തോന്നുമോ, അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ പോയി. പക്ഷേ ഭഗവതിയെ നോക്കി തൊഴുതപ്പോൾ എനിക്കൊരിക്കലും ഭയം തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് ആ ഒരു സമയം ഫീൽ ചെയ്തത്. പിന്നീട് പലപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സമയമൊക്കെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. നമ്മൾ ഏതൊരാപത്തിൽ വിളിച്ചാലും ഓടിയെത്താൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അങ്ങനെ ഒരു വിശ്വാസം എനിക്കും ഉണ്ട്. ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. 5-ാം മാസത്തിന് ശേഷം പിന്നീട് ഞാൻ ഫസ്റ്റ് വരുന്നത് ഇവിടേക്കാണ്. അതായത് 7-ാം മാസം കഴിഞ്ഞതിന് ശേഷം അമ്മയും കുഞ്ഞും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് കുഞ്ഞിന്റെ ചോറൂണിനാണ് അമ്പലത്തിലേക്ക് പോകാറ്. അങ്ങനെ